അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ പട്ടിക റെഡിയായി. കഴിഞ്ഞ ദിവസമാണ് പട്ടിക പ്രഖ്യാപിച്ചത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് ബി.ജെ.പി. കളത്തിലിറക്കിയിരിക്കുന്നത്. ഇതോടെ വയനാട് ശരിക്കും VIP മണ്ഡലമായി മാറി. രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനുമാകും ഇനി കളത്തിൽ. വയനാട്ടിൽ AP അബ്ദുള്ളക്കുട്ടിയെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം. എന്നാൽ കെ സുരേന്ദ്രൻ എത്തുന്നതോടെ രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കങ്ങളിൽ ബി.ജെ.പി. ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത്. കെ സുരേന്ദ്രൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു ഇതുവരെയുള്ള വാർത്തകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് 3 ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു കെ സുരേന്ദ്രൻ. ശബരിമല വിഷയം പ്രചരണ ആയുധമായിരുന്ന കാലത്തായിരുന്നു അത്. എന്നാൽ ബി.ജെ.പിക്ക് തീരെ വോട്ട് കുറവുള്ള മണ്ഡലവുമാണ് വയനാട്. ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഈസി വിജയം ഉറപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിന് മുന്നിൽ മത്സരിച്ച് കരുത്ത് കാട്ടാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വയനാട് മണ്ഡലത്തിൽ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാനെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട് സ്വദേശി നുസ്രത്ത് ജഹാൻ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നേരിടാൻ മുസ്ലിം വനിതയെ തെരഞ്ഞെടുത്തത് മോദിയുടെ സ്ത്രീ ശാക്തീകരണ നിലപാടിന്റെ പ്രതീകമാണെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ അന്നു മുതൽക്കേ ബി.ജെ.പിക്ക് ഈ തീരുമാനത്തോട് വലിയ എതിർപ്പായിരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിട്ടില്ലായിരുന്നു. സംസ്ഥാനത്ത് NDA മുന്നണിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഇല്ലെന്നും വയനാട്ടിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി വരുമെന്നും ബി.ജെ.പി. അന്നു തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രവർത്തകരെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ് NDA സ്ഥാനാർത്ഥിയായുള്ള സുരേന്ദ്രന്റെ പുതിയ പ്രഖ്യാപനം. വയനാട്ടിൽ എന്തിനാണ് 2 സ്ഥാനാർത്ഥികൾ? ഈ ചോദ്യം ബി.ജെ.പിയുടെ പ്രവർത്തകർക്കിടയിൽ ഉയർന്നു കഴിഞ്ഞു. മോദി എന്തിനു വേണ്ടിയാണ് ഈ 2 സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്ലാൻ എന്തായിരിക്കും? ഒന്നും കാണാതെ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുക്കുകയില്ല എന്നാണ് പ്രവർത്തകർ സ്വയം ആശ്വസിച്ച് പറയുന്നത്. എന്തായാലും ഈ 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമായിരിക്കുമോ അതോ രാഹുൽ ഗാന്ധിയുമായുള്ള മത്സരമായിരിക്കുമോ നടക്കാൻ പോകുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ വിഷയത്തിൽ റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷൻ PR സോംദേവ് പ്രതികരിച്ചു. NDAയിൽ ഒരുപാട് പാർട്ടികളുണ്ട്. അതിൽ 1-2 പാർട്ടികൾക്ക് മാത്രം സ്ഥാനങ്ങൾ കിട്ടുന്ന രീതിയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അത്തരമൊരു വിയോജിപ്പ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പിളർപ്പുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അസ്തിത്വമുള്ള പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാൻഡിഡേറ്റ് നുസ്രത്ത് ജഹാൻ വയനാട്ടിൽ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളയാളാണ്. എഴുതിത്തള്ളാൻ മാത്രം എന്ത് അയോഗ്യതയാണ് അവർക്കുള്ളതെന്ന് ഇപ്പോൾ നിലവിൽ ആരാണോ അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവർ വ്യക്തമാക്കേണ്ടതാണെന്നും നേതാവ് ആവശ്യപ്പെട്ടു. ഏതായാലും ബി.ജെ.പി. നേതാവിനെതിരെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മട്ടാണ് കാണുന്നത്. അതേസമയം ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. 16 ഇടത്താണ് മത്സരിക്കുന്നത്. നേരത്തെ 12 സീറ്റുകളിൽ പ്രഖ്യാപിച്ചിരുന്നു. 4 ഇടത്താണ് ബാക്കി വെച്ചിരുന്നത്. ഇപ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. KS രാധാകൃഷ്ണൻ എറണാകുളത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകും. TN സരസു ആലത്തൂരിലും കൊല്ലത്ത് നടൻ കൃഷ്ണകുമാറും മത്സരിക്കും. ആലത്തൂരിൽ TN സരസുവാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി എന്നതും എടുത്തു പറയണം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പളായ ഇവർക്കെതിരെ SFI നടത്തിയ സമരം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ബി.ജെ.പിയിൽ ചേർന്നത്. രമ്യ ഹരിദാസും K രാധാകൃഷ്ണനും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണിത്. എറണാകുളത്ത് മേജർ രവി ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് വരെയുള്ള വാർത്തകൾ. ആദ്യം മടിച്ചു നിന്നിരുന്ന മേജർ രവി പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ KS രാധാകൃഷ്ണനാണ് ഇവിടെ നറുക്കുവീണത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ K ബാബുവിനെതിരെ മത്സരിച്ചിരുന്നു രാധാകൃഷ്ണൻ. കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം. J കൃഷ്ണകുമാറിനെ ഇറക്കുന്നതിലൂടെ മത്സരം കടുപ്പിക്കുമെന്ന സൂചനയാണ് പാർട്ടി നൽകുന്നത്. എന്നാൽ NK പ്രേമചന്ദ്രനും നടൻ മുകേഷും തമ്മിലാകും കൊല്ലത്ത് പ്രധാന മത്സരം. 5ാം പട്ടികയിൽ ബി.ജെ.പി. 111 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ബി.ജെ.പിയുടെ സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടികയുമായി. ഇതിൽ വയനാട് മാത്രമാണ് ചോദ്യചിഹ്നമായി കിടക്കുന്നത്.